നല്ല രുചിയും മണവുമുള്ള വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ് ഇന്നത്തെ റെസിപ്പി. ഫ്രൈഡ് റൈസ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചേർത്തത് കുറച്ച് പച്ചക്കറികളൊക്കെയാണ്. അങ്ങനെ സവോള ചേർത്തിട്ടുണ്ട്, ക്യാരറ്റും ബീൻസും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ആക്കാം. ഇത് ഒരുപാട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ ഫ്ലെയിം നല്ലപോലെ കൂട്ടിയിട്ടിട്ട് വേണം തയ്യാറാക്കിയെടുക്കാനായിട്ട്. ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ 2 ടേബിൾ സ്പൂൺ സോയാ സോസ് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം സൈഡിലായിട്ട് മാറ്റി വയ്ക്കാം. ഇതിലേക്ക് 3 മുട്ട പൊട്ടിച്ച് വയ്ക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കാം. ഇനി സ്ക്രാമ്പിൾ ചെയ്തെടുത്തതും ഇതെല്ലാം കൂടി നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ആക്കി എടുക്കണം. ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേവിച്ച് ഊറ്റി മാറ്റി വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുക്കാം, ചോറ് ചേർത്ത് കൊടുക്കാം. അതിനോട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയാൽ മാത്രം മതി. ചില്ലി സോസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അതുപോലെ സ്പ്രിംഗ് ഓണിയൻ, സെലറി ഇതൊക്കെ ഇതിനകത്തേക്ക് ചേർക്കാവുന്നതാണ് കേട്ടോ. കുറച്ച് കുറവുണ്ടെങ്കിൽ ഞാനൊരു ടീസ്പൂണോടെ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ടോ. അപ്പോൾ ഇതങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും തയ്യാറാക്കി നോക്കുക കേട്ടോ. അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കുക.